എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ കായിക മേഖലയിലേക്ക് ഒട്ടനവധി പ്രതിഭാധനരെ സംഭാവന ചെയ്തിട്ടുള്ളൊരു പട്ടണമാണ് ചാലക്കുടി പട്ടണം. പ്രത്യേകിച്ച് ഫുട്ബോൾ. ചാലക്കുടിക്ക് ഒരു വലിയ കായിക പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് തിരശ്ശീല വേണ്ടത് ഉണ്ടായ ഗ്രൗണ്ട് ഹൈവേയുടെ വികസനത്തിന് വേണ്ടി പകുത്തപ്പെട്ടപ്പോഴാണ്. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ചാലക്കുടിയുടെ കായിക മേഖലയ്ക്ക് ഉണർവേകാൻ വേണ്ടി ഒരു വലിയ വികസനം നടന്നു. 5 കോടി രൂപയുടെ ഒരു ടർഫ് ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണാൻ പോയി. ചാലക്കുടിയിലെ ബോയ്സ് സ്കൂളിൻ്റെ പിറകിലുള്ള ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് ഇന്ന് അവിടെ പണി ഏകദേശം പൂർത്തിയായി. അതിൻ്റെ ആ മട്ടും ഭാവം കണ്ടപ്പോൾ ഇത്രയും വലിയൊരു വികസനമാണല്ലോ ഇവിടെ നടന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ കടന്നു ചെന്നത്. പക്ഷേ ഉള്ളു തകർന്നു പോയി. 11 പേർക്ക് കളിക്കാവുന്ന 5 കോടി രൂപയുടെ വികസനത്തിൽ നടന്ന മനോഹരമായൊരു ടർഫ് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഈ കായിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നവരും ഒക്കെ ടർഫ് ഗ്രൗണ്ടുകൾ കണ്ടിട്ടുണ്ടാവും. ഈ ടർഫ് ഗ്രൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഓരോ ഗ്രൗണ്ടുകളും നിങ്ങൾ നോക്കിക്കോ. ടർഫ് ഗ്രൗണ്ടിന് അതിന് ചുറ്റും ഒരു ഫെൻസിങ് ഉണ്ടാവും. നല്ല ഹൈറ്റിനൊരു ഫെൻസിങ്. ആ ഫെൻസിങ് ആണ് ആ ടർഫ് ഗ്രൗണ്ടിനെ സംരക്ഷിച്ച് നിർത്തുന്നത്. 5 കോടി രൂപയുടെ മഹത്തായ വികസനം ചാലക്കുടിയിൽ നടന്നപ്പോൾ എന്തുകൊണ്ടോ ഇതിന് പ്രൊജക്റ്റ് ഉണ്ടാക്കിയ ആളുകൾ ഈ ഫെൻസിങ് എന്ന് പറയുന്ന സംഭവം മറന്നുപോയോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ വെക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ടിൻ്റെ പല സ്ഥലങ്ങളിലും ഇത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു ടർഫാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ ടർഫിൻ്റെ പല സ്ഥലങ്ങളിലും ചില കറുത്ത പാടുകൾ കാണാം. എന്താണ് ആ കറുത്ത പാടുകൾ? ആ കറുത്ത പാടുകൾ നമ്മുടെ ശ്വാനന്മാർ കടിച്ചു വലിച്ച് കളഞ്ഞതാണ്. ഇങ്ങനെ കടിച്ചു വലിച്ച് കളഞ്ഞവിടുത്തെ കൊണ്ടുപോയിട്ട് പാച്ച് വർക്ക് ചെയ്യും. എന്ത് കാര്യം? ഒന്ന് നോക്കിയാൽ 5 കോടി രൂപയുടെ ഒരു വികസനം നടന്നപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകേണ്ട ഫെൻസിങ്ങിനെ പറ്റി മറന്നുപോയിന്ന്. 5 കോടി രൂപയുടെ വികസനം ഇവിടെ നടന്നു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 3 കോടി ചില്ലറ രൂപയാണ് നടന്നിട്ടുള്ളത്. ബാക്കി ലാപ്സായി പോയി. എന്തുകൊണ്ട് ഈ ഫണ്ട് ലാപ്സായി? അതൊരു ചോദ്യമല്ലേ. എന്തുകൊണ്ട് ഈ 5 കോടി രൂപയിലെ മുഴുവൻ തുകയും ചിലവാക്കാൻ സാധിച്ചില്ല? അത് ലാപ്സായി പോയോ? ആരെങ്കിലും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ? എന്താണ് ആ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്? ഇന്ന് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ. അങ്ങനെ കളിക്കാൻ പാടുള്ളതാണോ? ഇതിന് ചില നിയമങ്ങളും ഇതിന് ചില ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. ആരാണത് നോക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് 5 കോടി രൂപയുടെ ഒരു വികസനം ചാലക്കുടിയിൽ നടന്നപ്പോൾ അത് ചാലക്കുടിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. അതിൽ വിവിധ ചർച്ചകളും വിവിധ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അത് സ്ഥിരകാലമായിട്ട് ചാലക്കുടിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ലേ. അതിൻ്റെ സ്ഥിതിയാണ് കാണുന്നത്. ടർഫ് ഗ്രൗണ്ടിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഫെൻസിങ് എന്ന് പറയുന്ന സംവിധാനമില്ല. ആർക്കും വളരാം, ഏത് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് അത് കിടക്കാം, കാപ്പിരി കീപ്പിരി കാണിക്കാം, കടിച്ചു കീറാം. ഇതിന് വേണ്ടിയിട്ട് 5 കോടി രൂപയുടെ വികസനം 5 കോടി രൂപയുടെ വികസനം ഇവിടെ നടന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല. ഇത് ചാലക്കുടി നഗരസഭയിലെ വിവരവും ബോധവും ഉള്ള ആളുകൾ പോയി ഈ വിഷയം പഠിക്കണം. അതല്ലെങ്കിൽ ഈ 5 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുള്ള ടർഫ് ഗ്രൗണ്ട് തവിട്ട് പൊടിയാവും. ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഭരണാധികാരികളെ ഞാൻ നേരത്തെ പറഞ്ഞ ആളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ 60 കൊല്ലം ഞങ്ങൾ ഭരിച്ചു, 70 കൊല്ലം ഞങ്ങൾ ഭരിച്ചു, ഞങ്ങൾ കൂട്ടായിട്ട് നിന്ന് ഭരിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വികസനം തലയിലാണ്. അതിൻ്റെ വീക്ഷണകോൺ വേണം, ദീർഘവീക്ഷണമായിട്ടുള്ള കോൺ വേണം. ചാലക്കുടി പട്ടണത്തിൽ ഇല്ലാതായത് അങ്ങനെ ഒരു സംഭവമാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ പണ്ട് ചെയ്ത ഇടതുകര വലതുകര കനാൽ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘവീക്ഷണം നിറഞ്ഞൊരു വികസനമായിരുന്നു. ആ വികസനത്തോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഇന്ന് ഇത്രയും ജനസഞ്ചയങ്ങൾക്ക് ജനവിഭാഗങ്ങൾക്ക് ഇത്രയും ഗുണകരമായ രീതിയിൽ നിൽക്കുന്ന ആ വികസനത്തിന് കിടപിടിക്കാൻ തരത്തിലുള്ള മറ്റേതെങ്കിലും വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും? സാധിച്ചിട്ടില്ല. പിന്നെ അടുത്ത ആളുടെ വികസനം എന്ന് പറയുന്നത് BD ദേവസ്യയുടെ കാലഘട്ടത്തിൽ നടന്ന വികസനമാണ്. അത് പനമ്പള്ളി ഗോവിന്ദമേനോൻ തൊട്ട് BD ദേവസ്യ വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഇടയിലുള്ള ആളുകൾ ഈ പട്ടണത്തെ നടത്താതെ പോയിട്ടുള്ള പ്രാഥമിക വികസനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നത്. യഥാർത്ഥത്തിൽ ഈ ചാലക്കുടി പട്ടണം എന്തേ ഇങ്ങനെയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തേ ഇങ്ങനെ? വളരെ സിമ്പിളായിട്ടാണ് 5 കോടി രൂപയ്ക്ക് ഒരു സാധനം. നിങ്ങൾ ആ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടോ? മനോഹരമായ ലൈറ്റുകളും ഇതൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള സംഭവമാണെന്ന്. അതിനൊരു ഫെൻസിങ്ങും ഇല്ല, ഒരു സാധനമില്ല, ഒന്നുമില്ലാണ്ട് ആ സാധനം നശിപ്പിച്ച് കളയാണ്. അതിനെപ്പറ്റി ഒരു ചിന്തയില്ലാത്തവർ, ഒരു ചിന്തയില്ല ഈ പട്ടണത്തിലെ ചില ആളുകൾക്ക്. കഷ്ടമേ കഷ്ടം. ഇനി അതിൻ്റെ സ്റ്റേഡിയം വന്നിട്ടുണ്ട്. എന്ത് ബുദ്ധിശൂന്യമായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാധാരണ സ്റ്റേഡിയത്തിൻ്റെ പവലിയനും ഗ്രൗണ്ടും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് അകലുണ്ടാവും, അല്ല കുറച്ചധികം അകലുണ്ടാവും. കാരണം എന്താ? ഈ പന്ത് കളിച്ച് വന്ന ആളുകൾ പെട്ടെന്ന് ഓടിക്കയറി പവനിയിലേക്ക് ഇടിച്ച് കയറാതിരിക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാവും. പിറകിൽ സ്ഥലമുള്ളതാണ്. ഈ പറയുന്ന സ്റ്റേഡിയത്തിൻ്റെ പവലിയും കെട്ടാനായിട്ട് പിറകിൽ സ്ഥലമുണ്ട്, കുറച്ചുകൂടി താഴ്ത്തിക്കാക്കാം. ഇതൊക്കെയാണ് നമ്മുടെ വീക്ഷണകോൺ എന്ന് പറയുന്നത്. നമ്മളിത് കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, സ്കെച്ച് നോക്കണം, അതിലെന്തെങ്കിലും അപാകതകളുണ്ടോ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു ഗുഹാമുഖം കിടക്കുന്നില്ലേ? ഗുഹാനഗർ മനസ്സിലായോ? ഏത് ഭരണാധികാരി ആര് ജയിച്ചാലും ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ
പ്രിയപ്പെട്ട കായിക പ്രേമികളെ, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വില പ്രശ്നമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. 5 കോടി രൂപയുടെ ഒരു മനോഹരമായ കായിക വികസനം നടന്ന ഗ്രൗണ്ട്, ടർഫ് ഗ്രൗണ്ട്, 11 പേര് കളിക്കാവുന്ന എ ക്ലാസ് ക്വാളിറ്റിയുള്ള ഒരു ടർഫ് ഇട്ടാകുന്ന സാധനമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പോയ സമയത്ത് പട്ടികളെ കാണാൻ സാധിച്ചില്ല. പക്ഷേ പട്ടികൾ വൈകുന്നേരം സമയങ്ങളിൽ വരും. അവിടെ കിടന്നാൽ അത് വെയിൽ വന്ന പറ്റികൾ പോകും. ആ പറ്റങ്ങൾ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് അവിടെയുള്ള ആളുകൾക്ക് അറിയാം. എന്തിരോ ഈ വികസനം, എന്ത് ചാലക്കുടി, ആരാണ് ഈ ചാലക്കുടിയെ ഇങ്ങനെ ഓട്ടക്കുടി ആക്കണി മാറ്റണേ എന്നുള്ളത് അറിയില്ല. നന്ദി, നമസ്കാരം.